അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് തിന്നുന്നവൻ മുസ്ലിം അല്ല, മുഅ്മിനല്ല എന്ന് പറയുന്നത് എന്തിനാണ്? അവനു വേണ്ടി ജീവിക്കുമ്പോഴാണ് ഒരാളുടെ ഈമാനാവും. തന്റെ അയൽവാസി രോഗിയായി, രോഗം മൂർച്ഛിച്ചു, അയാൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പണമില്ല, ആംബുലൻസ് വിളിക്കാനുള്ള ക്യാഷില്ല. അതിന്റെ പേരിൽ അയാളുടെ രോഗം വർദ്ധിക്കുകയോ മരണപ്പെടുകയോ ചെയ്താൽ നമ്മൾ കുറ്റക്കാരാവും. ഇനി പറയാൻ പോകുന്ന 2 ന്യായങ്ങളൊന്നും ഇസ്ലാം പരിഗണിക്കില്ല. എനിക്കറിയില്ലായിരുന്നു, അത്രമേൽ രോഗം വർദ്ധിച്ചത് എനിക്കറിയില്ലായിരുന്നു, ഞാൻ കുറച്ച് ദിവസമായി കോൺടാക്ട് ചെയ്തിട്ട് ഈ ന്യായങ്ങളൊന്നും ഇസ്ലാം അംഗീകരിക്കില്ല. അറിയില്ല എന്ന വാദം ചവറ്റുകൊട്ടയിലേക്ക് എറിയും. നിന്റെ അയൽവാസിയുടെ രോദനം നീ അറിയില്ലെങ്കിൽ നീ എന്ത് മുഅ്മിൻ, നീ എന്ത് മുസ്ലിം, നിനക്കെന്ത് ഇസ്ലാം? അൽ ഇഫാദ ലിമാ ജാഅ ഫിൽ മർളി വൽ ഇയാദ എന്ന ഗ്രന്ഥം ചോദിക്കുന്നുണ്ട്. ഇനി കുട്ടികളോട്, ലൈസ മിന്നാ മൻ ലം യർഹം സഗീറന, കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല, അവന് നമ്മുടെ മെമ്പർഷിപ്പ് ഇല്ല. 6 കുട്ടികൾ മുത്തുനബിയുടെ മടിത്തട്ടിയിൽ ഇരുന്നിട്ട് കുട്ടികൾ മൂത്രമൊഴിച്ച കഥകൾ ചരിത്രത്തിലുണ്ട്. കുട്ടികളെ കൂടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കുന്ന ശീലം ആരംഭിച്ചത് മുത്തുനബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.